ചൂടും കൊണ്ടേ മുറ്റടിക്കാൻ ഇറങ്ങിയത്. അപ്പം നല്ലൊരു ഫാഷൻ ഫ്രൂട്ട് വീണ് കിടക്കണം. കണ്ട ഞാനതൊന്നും എടുക്കട്ടെ. കണ്ട പൊടി കപ്പ ഉണ്ടാവുക, നെയ്ത്ത് പൊടിയുണ്ടാവുക, കടൽ മരത്തിൻ്റെ ഇല വീണ ഇങ്ങനെ ഉണ്ടാവുക. ഒരു ദിവസം മുറ്റടിച്ചൊരില്ലെങ്കിൽ ഒന്നിനും പറ്റൂല. ഇവിടെ മാത്രം ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ, സൈഡിലൊന്നും അങ്ങനെ ഇല്ല. ഇപ്പൊ ഒന്ന് അടിച്ചൊരി വിടുകയാണ്. എന്താ വേനൽക്കാലമായിട്ടേ, വേനൽക്കാലം പറഞ്ഞ ഓണം കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ടില്ല. അത് കാരണം നല്ല ചൂടാക്കും. ചെടിയൊക്കെ നനച്ചു കൊടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും കിട്ടണതല്ലേ. അപ്പോൾ ഞാൻ നനക്കാൻ പോവുകയാണ്. കണ്ട കൈപ്പക്ക വള്ളി, ഇതാ കൈപ്പക്ക നിൽക്കണതാണ്. കൈപ്പക്കകൾ ഉണ്ടായിരിക്കണം. ഓരോന്നൊക്കെ കിട്ടും. ഇതാണ് കരിവേപ്പില തൈ, അതുപോലെ ഇതാ വെണ്ടക്ക പൂവിട്ടിക്കുന്നുണ്ടല്ലോ. വെണ്ടക്കൊക്കെ പൂവിട്ടിപ്പോൾ ഞാനെൻ്റെ തൈ എനിക്ക് തന്നതാണ് കുടുംബശ്രീ പോയപ്പോൾ അതിൻ്റെ ഇപ്പോൾ അവൾ തന്നതാണ് 2-3 വെണ്ടക്ക തൈ. ഇപ്പോൾ പൂവിട്ടു. ഞാൻ കുഴിച്ചിട്ടിട്ട് പോയിട്ടേ ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പണിക്കാരൻ വന്ന് മണ്ണിട്ടപ്പോൾ നല്ല പൂവിട്ടു. അപ്പോൾ നനച്ചു കൊടുക്കട്ടെ. ഏതായാലും കൈപ്പവള്ളിക്കൊക്കെ കരിവേപ്പില തൈ നിൽക്കുന്നതാണ്. ഇത് കരിവേപ്പില തൈയാണ്. ഇതൊക്കെ മുളച്ചിട്ട് ഞാൻ കളയാതെ വെച്ചിട്ട് വേണ്ട. അതുപോലെ ഇതാ കരിവേപ്പില തൈ, ഇതൊരു കരിവേപ്പില തൈ, പിന്നെ ഇതാ ഒരു കരിവേപ്പില തൈ, ഇതാ ഒരു കരിവേപ്പില തൈ. നനച്ചു കൊടുക്കട്ടെ. ഏതായാലും ചെടികൾക്ക് കണ്ട വേനൽക്കാലം പോലെ ഐറ്റങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുക. ചെടിക്ക് വെള്ളയിക്കുകയാണ്.